ഹലോ ഗൈസ്, ഇന്ന് പ്രണയ ദിനമാണ്. വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും പ്രണയ ദിനാശംസകൾ. ഈ പ്രണയ ദിനത്തിൽ മറ്റൊരു കാര്യം ഇവിടെ കേരളത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. കുംഭമേള എന്ന് പറയുന്നൊരു സംഗമത്തിൽ അവിടെ മാല വിൽക്കാൻ വേണ്ടി എത്തിയ ഒരു കുട്ടി. ആ കുട്ടിയുടെ കണ്ണുകൾ ലോകം മൊത്തം ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നമ്മൾ ഡാവിഞ്ചി വരച്ചിട്ടുള്ള മൊണാലിസ എന്നുള്ള ചിത്രത്തിനെ കുറിച്ച് നമുക്കറിയാം. ഇന്നും അതിൻ്റെ ആ ഭാവത്തിനെ കുറിച്ച് ആർക്കും അത്ര വ്യക്തത വന്നിട്ടില്ല. അത് ആരെക്കുറിച്ചാണ്, എന്താണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ ഉള്ളതുപോലെ അത്രയും സൗന്ദര്യമുള്ള കണ്ണുകളും ആ പരൽ കണ്ണുകളുള്ള കുട്ടി ഇന്ന് എങ്ങും വൈറലാണ്. ആ വൈറലായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആ കുട്ടിക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബോളിവുഡിലേക്ക് എന്തൊക്കെയോ അവസരങ്ങൾ വരുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. എന്നാൽ വളരെ ഞെട്ടിച്ചതും ആശ്ചര്യപ്പെടുത്തിയതും നമ്മുടെ കേരളത്തിൽ ഇന്ന് ആ കുട്ടി എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. എന്നെ ഞെട്ടിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ്. ആ കുട്ടിക്ക് കിട്ടിക്കുന്ന പ്രതിഫലം. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കാത്തൊരു പ്രതിഫലം കൊടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ആ കുട്ടിയെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. ആദ്യം, नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेतनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। ഓക്കെ, ആ കുട്ടി തന്നെ ആ കുട്ടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപന ഉദ്ഘാടനത്തിനായിട്ട് വരുന്നു എന്നുള്ള കാര്യം ഈ ബോച്ചയുടെ പേജിലൂടെ അറിയിച്ചതാണ്. ഏതാണ്ട് 100K, അതായത് 1,00,000 ആൾക്കാർ ആ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിഷേധവുമായിട്ടോ എവിടെയെങ്കിലും ഒരു സംഭവമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ബോച്ചയുടെ ഈ ഡബിൾ മീനിങ് ആയിട്ടുള്ള വീഡിയോ, അദ്ദേഹം ഈ ആൾക്കാരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപകീർത്തികരമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിനെതിരെ ഞാൻ മുൻപ്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ട് പുള്ളി ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. റീസെൻ്റ്ലിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രവേഴ്സി ആയിട്ട് മാറുന്നത്, ഭയങ്കരമായിട്ട് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നടിയെ അത്രത്തോളം അപമാനിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പൊതുസമൂഹമാണ്. പൊതുസമൂഹത്തിൻ്റെ അകത്ത് ഈ പ്രസ്തുത ഇപ്പം ഹണി റോസ് ആയിരുന്നു അന്നത്തെ ആ ഒരു ഈര. അപ്പോൾ ഹണി റോസിനെ ഈ ഇനാഗുറേഷൻസിനൊക്കെ വിളിക്കുന്നു. ഹണി റോസ്, അന്ന രാജൻ, ഇങ്ങനെ തുടങ്ങി കുറച്ച് പേരുടെ പേരെടുക്കാം. എന്നാൽ മറ്റൊരു നിര വേറെയുണ്ട്, ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഉണ്ട്. എന്തുകൊണ്ട് ഇവരെ വിളിക്കുന്നു എന്നുള്ള കാര്യത്തിൻ്റെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തിനെ വളരെയധികം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഈ സ്ഥലങ്ങളിലേക്ക് വരെ വിളിക്കുന്ന ആൾക്കൂട്ടം നമ്മളെ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് എന്നുള്ളത് ഓരോ സമയത്തും ഇവർ ഇതുപോലെ ഇനാഗുറേഷനിലേക്ക് പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്ന സമയങ്ങളിലേക്കും ഈ സോഷ്യൽ മീഡിയക്കകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് പ്രചരിക്കപ്പെടും. ഒരുപാട് പല സ്ഥലങ്ങളിലും നമ്മുടെ ബ്ലൂ കുയിലൊക്കെ ആണെങ്കിൽ കാലിൻ്റെ ഇടയിൽ നിന്ന് വരെ അവൻ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോയും മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുക്കും. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാർവതി കൃഷ്ണ പുള്ളിക്കാരത്ത് നല്ല ഒരു 8ൻ്റെ പണി കൊടുത്ത ഒരു ചാനൽ പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അമാതിരി ഊളത്തരങ്ങളൊക്കെ ഇവന്മാർ കാണിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയക്കകത്ത് എവിടെയാണ് അവരുടെ ശരീരഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആക്കുന്നതെന്നും അതിൽ ഹരം കൊണ്ട് അതിനെ കളിയാക്കി ചിരിക്കുന്ന മറ്റൊരു കൂട്ടം ആൾക്കാർ, അതാണ് ലൈംഗിക ദാരിദ്ര്യം പിടിച്ചെന്ന് പറയുന്നത്. ഇവരുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിലേക്ക് ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ ഇതുപോലെ വരുന്നു. ഓക്കെ, അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നതിന് ഞാൻ അതിനകത്ത് ഇടപെടത്തില്ല. ബിക്കോസ് അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ആ വ്യക്തിപരമായ കാര്യത്തിൻ്റെ അകത്ത് ഞാൻ എന്തിടണം, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കണം എന്നുള്ള കാര്യം ഭരണഘടന അനുവദിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ അതിന് പുല്ല് വില കൊടുക്കത്തുമില്ല, അത് വേറെ കാര്യം. അതുപോലെ അത് ഹണി റോസിൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ്, അതിനകത്ത് ഞാൻ ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ വരുന്ന ആൾക്കാർ എന്തിനാണ് അവിടെ എത്തുന്നത്, എന്ത് കണ്ടിട്ടാണ് വരുന്നത്? അവർ വരുന്നത് ഈ പറഞ്ഞ ഹണി റോസിനെ കാണാൻ വേണ്ടി തന്നെയാണ്. അവിടെ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. അത് എന്തുകൊണ്ടാണ് അവർ വരുന്നത് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഈ ഒരു കുട്ടിയെ ഈ പുള്ളിക്കാരൻ ഇവിടെ കൊണ്ടുവരുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രതിഫലം കൊടുത്ത് നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ അപ്പുറം ഹണി റോസ് എന്നുള്ളൊരു വ്യക്തി കൊടുക്കുന്നതിനെക്കാട്ടിലപ്പുറം ഫെയിം ഈ കുട്ടിക്ക് നിലവിൽ എന്ന് വെച്ചാൽ നാഷണൽ മീഡിയാസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ശ്രദ്ധ മൊത്തത്തിൽ വേറെ ലെവലിലേക്ക് മാറും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്നൊരു ബുദ്ധിപൂർവമായ തന്ത്രം. ബാക്കി കേൾക്കാം. पूरा दुनिया इंतजार कर रही है आपके लिए. मैं अरे मलयालम बोलता है क्या? अरे आपको मूवी में हीरोइन बन जाएगा. सब ठीक है ना? अभी
एयरपोर्ट जा रहे हैं क्या? ഇപ്പോൾ സിനിമയുടെ ഹീറോയിനായിട്ടൊക്കെ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഹിന്ദി നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ പഠിച്ച സമയത്തൊന്നും ഹിന്ദി നേരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞത് അതാണോ? നിങ്ങൾ എന്താണ് സിനിമാ നടിയായിട്ട് മാറിയെന്നോ അങ്ങനെ എന്തോ ആണോ തോന്നുന്നു? അതോ ഇനി പുള്ളി ചുമ്മാ കളിയാക്കിയതാണെന്ന് എനിക്കത് അറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞ മണ്ടത്തരായിപ്പോൾ. അതുകൊണ്ട് എന്തോ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയിൽ നായികയായിട്ടൊക്കെ വരാൻ പോകുന്നല്ലോ എന്ന് കേട്ടല്ലോ അങ്ങനെ തോന്നുന്ന ഒരു തരത്തിലാണ് എനിക്ക് കോൺവെർസേഷൻ കേട്ടിട്ട് തോന്നിയത്. എനിവേ, ഇനി ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് റീസെൻ്റ്ലി, അഥവാ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അതായത് പ്രധാനപ്പെട്ട ചാനൽ ഹണി റോസ് വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയ കവർ ചെയ്ത് നമ്മുടെ ഈ ബോച്ചയ്ക്ക് പരസ്യം കൊടുക്കുമോ? ഇല്ല. എന്നാൽ ഇവിടെ ഈ കുട്ടിയെ കൊണ്ടുവരുന്നതിലൂടെ ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസും ഇവിടുത്തെ സാധാരണ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം അതിനെ ഈ കവർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം. ഞാൻ അത് ബാക്കി പ്രണയ ദിനത്തിൽ വാലന്റൈൻ ദിന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കുംഭമേളയ്ക്കിടെ ഇന്ത്യക്കാരുടെ മാത്രമല്ല കുംഭമേള ശ്രദ്ധിച്ച എല്ലാവരുടെയും ഹൃദയം കവർന്ന മൊണാലിസ, ഓർമ്മയില്ലേ? മൊണാലിസ എന്ന മോനി ബോസ്ലെ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മൊണാലിസ എത്തിയത്. സഹോദരനൊപ്പമാണ്. ഈ വാർത്ത വന്നേക്കുന്നത് മനോരമ ചാനലിലാണ്. മൊണാലിസ കോഴിക്കോട്ട്. ഓക്കെ, അപ്പോൾ വളരെ ഒരു സെലിബ്രിറ്റിക്ക് കിട്ടുന്ന എല്ലാവിധ പരിഗണനയും കൊടുത്തുകൊണ്ടാണ് മലയാളികൾ ആ കുട്ടിയെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. അതിനൊരു തരത്തിൽ ഇപ്പം നമുക്ക് സമൂഹത്തിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ അമ്മയെ തല്ലിയാൻ 2 വിഷയം എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഹണി റോസ് ഇഷ്യൂ വന്ന സമയത്ത് ഈ ബോച്ചയുടെ ഈ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരും ഉണ്ടായി. അപ്പം അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭീകരമായ സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ സംഭവത്തിൽ ഈ പുള്ളിക്ക് അനുകൂലമായി വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഹണി റോസിന് പകരമായിട്ട് ഈ കുട്ടിയെ കൊണ്ടുവരുന്നു, അത് ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കും എന്നുള്ള തരത്തിലേക്ക് ഉണ്ട്. അത് ആൾക്കാരുടെ പ്രതിഷേധം കേട്ടോ. നമുക്കത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറ്റൊരു തരത്തിൽ ഞാനൊരു ഗുണം കാണുന്ന കാര്യം ഞാൻ പറയട്ടെ. ഈ കുട്ടി സ്കൂളിൽ പോലും പോയിട്ടില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, സ്കൂളിൽ പോലും പോയിട്ടില്ല. ആ കുട്ടി കുംഭമേളയിലേക്ക് വന്ന് ആ കണ്ണ് ഇത് ചാരക്കണ്ണുകൾ ആ ചാരക്കണ്ണുകളും ആ ചിരി കാരണം ഭയങ്കരമായിട്ട് ഫേമസ് ആയി. ആ കുട്ടിക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ഇനാഗുറേഷനിൽ പങ്കെടുത്ത് കേരളത്തിൻ്റെ മൊത്തം സ്നേഹം കിട്ടുക എന്ന് പറയുന്നൊരു കാര്യം വലിയ കാര്യമാണ്. ഇതുപോലുള്ള നമ്മുടെ ഈ കുപ്പത്തൊട്ടിയിലെ മാണിക്യം, കുപ്പത്തൊട്ടി എന്ന് ഞാൻ അപമാനിച്ച വാക്ക് പറഞ്ഞല്ല, കുപ്പത്തൊട്ടിയിലെ അല്ലെങ്കിൽ ആരാലും കണ്ടു കിട്ടാത്ത ചില അപൂർവ നിധികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇതുപോലുള്ളതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ഒരു ഇനാഗുറേഷനോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ തടിച്ചു കൂടുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും, ജനങ്ങളുടെ ഭയങ്കരമായ സപ്പോർട്ടും കിട്ടും. അങ്ങനെയൊക്കെ കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ ഈ ഓൾറെഡി വളർന്നു നിന്ന സെലിബ്രിറ്റീസിനെ വിളിച്ചുകൊണ്ട് വീണ്ടും കൊണ്ട് ആൾക്കൂട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരിക, അവർ വേറെ ഗിമ്മിക്കുകളും കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തുന്ന പല പരിപാടികൾ കാണിക്കുക. സോ ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത്. ഈ കുട്ടിയുടെ മോനി എത്തിയത് കേരളത്തിൽ വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്നും എല്ലാവരോടും നന്ദിയെന്നും മോനി ബോസ്ലെ മനോരമ ന്യൂസ് വന്നേ എയർപോർട്ടിൽ പോലും ഇറങ്ങുന്ന ആ കുട്ടിയുടെ ഈ കണ്ണിൻ്റെ ഇതുവരെ മറച്ചേക്കുക, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കണ്ണ് കാണാതിരിക്കാൻ ഗ്ലാസും വെച്ചേക്കുക. അത്രയും ആരാധകരെ ആ കുട്ടി സൃഷ്ടിച്ചു എന്നുള്ള കാര്യം ചിന്തിക്കണം. പറഞ്ഞു. സുന്ദരി തന്നെയാണല്ലേ? എടാ, അവിടത്തേക്ക് ആൾക്കാരുടെ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കൂടെ മറ്റവന്മാരെ രൺവീർ മറ്റവന്മാരെയൊക്കെ അലഹ്വാദിയൊക്കെ പോയി തള്ളയ്ക്ക് വിളിച്ച് തന്തയ്ക്ക് വിളിച്ച് നടന്നതുപോലെ ഇവിടെയും വന്നിട്ട് ഈ ചാരക്കണ്ണുകളെന്ന് പറയുന്നത് പോലെ അവരെ പോകാൻ സമ്മതിക്കാത്ത രീതി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് വെറും നിലവാരമില്ലാത്ത ചാനലുകളെ പോലെ തരം താഴരുതേ പ്രധാന മുഖ്യ മാധ്യമക്കാരന്മാരെ. എന്തുവാ ഇത്? ആ കുട്ടിക്ക് നാണം വന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ആൾക്കാർ ആ ഒരു മാന്യത കാണിച്ചത് അവിടെ നിർത്തി. ചിലരാണെങ്കിൽ ആ കുട്ടി നടക്കാൻ പോലും സമ്മതിക്കാത്തൊരു കാര്യമാണ് കണ്ടത്. ഓക്കെ, ആ കുട്ടിക്ക് നാണം വന്നു, ഉടനെ തന്നെ അതാണ് ഓക്കെ നാണം വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിർത്തി. സോ ആ ഒരു മാന്യത നമ്മളെ മാധ്യമങ്ങൾ കാണിച്ചു. അതിന് ഒരു എന്താ പറയുക ഡിസർവ് ചെയ്യുന്ന ഒരു സല്യൂട്ട്. അപ്പോൾ മോനി ബോസ്ലെയാണ് കേട്ടത്. ബിജി തോമസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ബിജി. ഈ വിജി തോമസ് എന്ന പുള്ളിയുടെ ആ ഒരു നറേഷൻ ഭയങ്കര രസം കേട്ടോ. സമയം ശരിയാണെങ്കിൽ ജീവിതം മാറി മറിയാൻ ഒരു മിനിറ്റ് മതി എന്ന് പറയുന്നത് ശരിയാണല്ലേ? അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ മോനിയും. നമുക്കറിയാം, ഇന്ന്
പ്രണയ ഇതുപോലെ പണ്ടൊരു ഗായിക ഉണ്ടായിരുന്നു, ഹിമേഷ് രേഷമ്യ അവസരം കൊടുത്തായിരുന്നു. അവർ തെരുവിൽ ഭയങ്കര സുന്ദരമായിട്ടൊരു പാട്ടൊക്കെ പാടി. അത് ആരോ ആ ഒരു ഇതിനും ഈ കുട്ടിക്കും അതുപോലെ തന്നെ ഏതോ ഒരു യൂട്യൂബർ ആരോ ആണ് ഈ കുട്ടിയുടെ ഒരു വീഡിയോ എടുത്തിടുകയും ആ ഒരു സംഭവം കണ്ടിട്ടാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു കാരണക്കാരനും ഒരു കാരണക്കാരിയും കൂടെ വേണം. അതുപോലെ അന്ന് ആ ഒരു ഗായിക അഥവാ ആ പാട്ട് പാടിയ ആ ലേഡിയുടെ പേരെനിക്ക് ഓർമ്മയായിരുന്നു. നിങ്ങൾ അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ലൊരു ഗായികയായിരുന്നു. ബട്ട് അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി അഹങ്കാരം വന്നതാണോ എന്താണെന്ന് അറിയത്തില്ല, വീണ്ടും അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭയങ്കര സാഡായിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നൊരു കാര്യം, ഈ ഉയർച്ചകളിലേക്ക് നമ്മൾ എത്തിയാലും അത് നിലനിർത്താനും പഠിക്കണം. അവിടെ ഉയരും തോറും നമ്മൾ കൈവരിക്കേണ്ട ചില വിനയവും സഭ്യതയും മാന്യതയും ഒക്കെ കൂടെ കാത്തു സൂക്ഷിക്കാനും പഠിക്കണം. ഇല്ലാതെ നമുക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും ഒടുക്കത്തെ അഹങ്കാരവും കാണിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ പരാജയവും നാശവും തന്നെ ആയിരിക്കും സംഭവിക്കുക. ത്തിൽ ഒരുപക്ഷെ കോഴിക്കോട്ടുകാർ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് മോനിയെ തന്നെയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മോനി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ. പിന്നൊരു കാര്യം, കോഴിക്കോട്ടുകാരുടെ അടുത്തേക്കാണ് വരുന്നത്. ഞാൻ പല നാടുകളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഈ വിരുന്നുകാരെ സൽക്കരിക്കുന്നതിൽ ഇതുപോലൊരു നാടുണ്ടോ എന്ന് തോന്നിപ്പോവും. ഈ മറ്റുള്ള എല്ലാ നാട്ടുകാരും ഈ അതിഥികളെ സ്വീകരിക്കുന്നവർ തന്നെയാണെങ്കിലും കോഴിക്കോട്ടുകാർ ശരിക്കും പറഞ്ഞാൽ സ്വീകരിക്കുന്നതിനപ്പുറം അവരങ്ങ് നമ്മളെ സ്വീകരിച്ച് കൊല്ലും. നമ്മളെ അതിഥികളെ സൽക്കരിച്ച് കൊല്ലും, സ്നേഹിച്ചു കൊല്ലുമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവർ കൊന്നുകളയുമെന്നല്ല. അത്രമാത്രം സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു എന്താണ് സ്വീകാര്യത വളരെ വലുതായിരിക്കും. വൈറലായത് എന്തായാലും ആ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് വന്നപ്പോൾ തന്നെ വളരെയധികം കമന്റുകൾ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. കാരണം പലതരത്തിലാണ് ആളുകൾ ചോദിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് എത്ര രൂപ കൊടുക്കും, പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എത്ര രൂപ കൊടുക്കും. ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ ഒരു എമൗണ്ട് ആ കുട്ടി ഡിസർവിങ് ആണോ ഇല്ലയോ നിങ്ങൾ തന്നെ പറയുക. ഞാൻ പറയും 100% ഡിസർവിങ് ആണ്. 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ബോബി ചെമ്മണ്ണൂർ അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. 15 ലക്ഷം രൂപ ആലോചിക്കണം. ഇന്ന് നമുക്കൊരു ചെറിയൊരു അടിസ്ഥാന സൗകര്യമുള്ള ഒരു വീട് നിർമ്മിക്കാനുള്ളൊരു പൈസ 15 ലക്ഷം രൂപ. ആ പൈസ ആ കുട്ടി കിട്ടുന്നുണ്ട്. നിർധന കുടുംബം, മാല വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന കുടുംബം. അതിനകത്ത് ഒരു ദിവസം അവർക്ക് ഇതുപോലുള്ള പരിപാടികൾ വരുമ്പോൾ മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും കിട്ടുക. അങ്ങനെ വരുമ്പോഴേക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കടന്നു പോകുന്ന ആ കുടുംബത്തിന് 15 ലക്ഷം രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ മാറും. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയും ഇതുപോലെ ഇനാഗുറേഷനും മറ്റുള്ള കാര്യങ്ങളും കിട്ടിയിട്ട് ഈ ഓരോ ദരിദ്രരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമുക്ക് സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ അവരും രക്ഷപ്പെടും, അവരുടെ ജീവിതവും മാറും, അവരുടെ ചുറ്റുപാടുകളും മാറും. അവരിലൂടെ വരുന്ന കുറച്ചധികം ആൾക്കാർ ചിലപ്പോൾ രക്ഷപ്പെടുകയും ചെയ്യും. അല്ലേ, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവർ ഗൾഫിലേക്ക് പോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരാളെ കൊണ്ടുപോകും, പിന്നെ 1-2 പേരെ കൊണ്ടുപോകും. അങ്ങനെ ഡെവലപ്പായതാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിലെ പല സ്ഥലങ്ങളും. അങ്ങനെ വന്നതാണ്. പത്തേമാരി സിനിമയെ കണ്ടാൽ മനസ്സിലാവും. സോ അതുപോലെ ഈ കുട്ടി രക്ഷപ്പെടുന്നതിൽ വളരെ സന്തോഷം. ഒരു സെലിബ്രിറ്റിയെ, ഓൾറെഡി സെലിബ്രിറ്റി ആയ സെലിബ്രിറ്റിക്ക് അവർക്ക് യാതൊരു സാമ്പത്തിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഓക്കെ, സെലിബ്രിറ്റി ഫെയിം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നുമില്ല. അവരെ കാട്ടിലും ഇവിടെ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്ന ആ പണം, ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഉയർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തിന് എനിക്ക് വളരെ സന്തോഷം തോന്നി ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇതിന് പിന്നാലെ വരുന്നു. മോഡലിംഗ് രംഗത്ത് അവർ വളരെ പ്രശസ്തിയാവുന്നു. അതോടൊപ്പം തന്നെ ബോളിവുഡിൽ അഭിനയിക്കാൻ പോകുന്നു. അതിനുവേണ്ടി വായനയും ഒക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണം എന്തായാലും ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു വലിയ ഒരു നിമിഷം കൊണ്ട് ആകെ മാറിപ്പോയ ഒരാളാണ് മൊണാലിസ എന്ന് പറയുന്നത്. വളരെ സന്തോഷം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ ഒരു ബോച്ചെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക്, അദ്ദേഹം ഒരു ബുദ്ധിരാക്ഷസനാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാർക്കറ്റിംഗ് തന്ത്രം എന്താണെന്നും മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പുള്ളിക്കാരൻ്റെ ഈ ഒരു ഡബിൾ മീനിങ് മറ്റുള്ള സാധനം ശരിക്കും പുള്ളിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുടെ ശ്രദ്ധ ക്ഷണിക്കാനും അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും നോക്കുക, ഇവിടെ നിന്ന് ഇപ്പം മറ്റൊരു കേരളത്തിലൊരു നടിയെയോ ഒരു പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവരുന്നതിനപ്പുറം പുള്ളിക്കാരൻ നോക്കിയപ്പോഴേക്കും നിലവിൽ ഇന്ത്യയിൽ ആരാണ് എന്ന് നോക്കിയപ്പോഴേക്കും ഈ കുട്ടിയാണ്. ശരി, അവരെ കൊണ്ടുവന്നേക്കാം എന്ന് കരുതിയിട്ട് പുള്ളിയുടെ ആ ഒരു മാർക്കറ്റിംഗ് ബ്രെയിൻ അത്രയും വർക്ക് ചെയ്തെന്നുള്ളതാണ്. സോ എന്തായിരുന്നാലും ആളുടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഹണി റോസിനെയൊക്കെ അപമാനിച്ചതോ അല്ലെങ്കിൽ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുന്ന വാക്കുകളോ ചെയ്യുന്നതിനോട് യാതൊരു തരത്തിലൊരു കാര്യമില്ല. എന്നാൽ ഇവിടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്, അയാളുടെ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. എങ്കിലും ഒരു സാധാരണക്കാരായ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്ത് അവർക്ക് അതിനുള്ളൊരു പ്രതിഫലവും കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മലയാളി എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇവിടെ ഇപ്പം ഞാൻ ഇത് ഒരു താരതമ്യമൊന്നും വിചാരിക്കട്ടെ, ഇത് വളരെ നോർമലായിട്ടൊരു ചോദ്യമാണ്. ഈ പറയുന്ന കുട്ടി, അഥവാ നമ്മുടെ മൊണാലിസ എന്ന് പറയുന്ന കുട്ടി വന്ന സ്ഥലത്ത്
ഹണി റോസ് വരേണ്ടിയിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ മൊണാലിസ വന്നത് തന്നെയാണോ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? വെറും വളരെ മാന്യമായ ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക. കാരണം താരതമ്യമല്ല, ഇവിടെ ആര് വന്നാലായിരിക്കും ആൾ കൂടുന്നത് എന്നുള്ളതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.